ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് സ്നേജോ ടോജു. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം തന്നെ പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂൺ 3-ാം തീയതിയാണ്. അന്ന് മറ്റൊരു നിയോഗത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഉടമ്പടി എടുത്തത്. നെറ്റ് JRF ഞാൻ ഇപ്പോൾ PG കഴിയുന്നു. അപ്പോൾ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് PhDക്ക് പോകണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ എന്നെ മറ്റൊരു വഴിയിലേക്ക് പരിശുദ്ധ അമ്മ നയിക്കുകയാണ് ഉണ്ടായത്. പ്രധാനമായും ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഒന്നാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നെറ്റ് എക്സാം എഴുതി. നെറ്റ് എക്സാമിൽ വലിയ മാർക്കൊന്നും ഉണ്ടായില്ല, ക്വാളിഫൈ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഈശോയുടെ അടുത്തൊക്കെ സംസാരിക്കും. അപ്പോൾ വചനത്തിലൂടെയൊക്കെ മാതാവ് എനിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും. അതിനുശേഷമാണ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റാണ് എൻ്റെ ജീവിതത്തെ കൂടുതൽ മാറ്റിമറിക്കുക എന്ന് പരിശുദ്ധ അമ്മ എന്നെ ബോധ്യപ്പെടുത്തി. 2 ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് 2 ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എനിക്ക് വന്നിരുന്നു. അതായത് 2 ഡ്രൈവുകളുണ്ട്. ആ 2 ഡ്രൈവുകളിലെ ഒന്നാമത്തെ ഡ്രൈവിലെ ഇൻ്റർവ്യൂ പോലും എത്തിയില്ല. രണ്ടാമത്തെ ഡ്രൈവിലാണെങ്കിൽ ഇൻ്റർവ്യൂ എത്തി, പക്ഷേ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് കാരണം അതിൽ തോറ്റുപോയി. മൂന്നാമത്തെ ഡ്രൈവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവ്. ഫെഡറൽ ബാങ്കിൻ്റെ പ്രൊബേഷണറി ഓഫീസറിൻ്റെ പോസ്റ്റിലുള്ള ഒരു എന്താ പറയുക, പ്ലേസ്മെൻറ്റ് ഡ്രൈവ്, ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ PG കഴിയുമ്പോൾ തന്നെ ഒരു ജോലി, അത് തന്നെയായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. ആദ്യത്തെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഞാൻ ഏറ്റവും അവസാനം ഒരു നിയോഗം, സ്ഥലം തികയ്ക്കാനോ അല്ലെങ്കിൽ മാതാവ് ആ സമയത്ത് പറഞ്ഞോന്നൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ സ്ഥലം തികയ്ക്കാനെന്ന രീതിയിലൊന്നല്ല, ഞാൻ ജസ്റ്റ് എഴുതി വെച്ചു. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഒരു നല്ലൊരു ജോലി കിട്ടിയിട്ടിറങ്ങണം. അങ്ങനെ ഫെഡറൽ ബാങ്കിൻ്റെ ജോലി, അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു 14.5 ലക്ഷം രൂപയോളം സാലറി കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്നെ അമ്മ ആ വഴി നടത്തുക തന്നെയായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ഞാൻ തോറ്റപ്പോൾ അതായത് ഇൻ്റർവ്യൂ പോലും എത്തിയില്ല എന്നുള്ളൊരവസ്ഥയിലെത്തി. ആ സമയത്ത് ഞാൻ വണ്ടിയിലായിരുന്നു കോളേജിലേക്ക് അടുത്ത ഡ്രൈവിൻ്റെ മോക്ക് അസസ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. ആ സമയത്ത് മാതാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അതായത് നിൻ്റെ ജീവിതത്തിൽ ഞാനൊരു കൊടുങ്കാറ്റ് പോലെ ഇടപെടും. അതുപോലെ തന്നെ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അതിനുശേഷം എൻ്റെ വേറൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ഫെഡറൽ ബാങ്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇതിൽ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, നിനക്ക് ഫെഡറൽ ബാങ്ക് വരുന്നുണ്ട്, അതിൽ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ എനിക്ക് ഫെഡറൽ ബാങ്ക് തന്നെയാണ് തരാൻ ഉദ്ദേശിക്കുന്നത്, അതെനിക്ക് പരിശുദ്ധ അമ്മ തന്നെ തന്നിരിക്കും എന്ന് നല്ല ഉറപ്പോടുകൂടെ ആ സമയത്ത് വിശ്വാസത്തോടു കൂടി തന്നെ പറഞ്ഞു. അതിനുശേഷം ജനുവരി മാസത്തിലാണ് ഡ്രൈവ് നടന്നത്. ജനുവരി 6-ാം തീയതി ആപ്റ്റിറ്റ്യൂഡ്, അതിലെ ക്ലിയർ ചെയ്തു. പിന്നെ GD, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ എത്തിയപ്പോൾ സ്ട്രെസ്ഫുൾ ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ബാക്കിയുള്ളവർക്കൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ എൻ്റെ 45 മിനിറ്റ് സമയം എനിക്ക് മാത്രമായിട്ട് എടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ പേടിച്ചിരുന്നു. ജനുവരി 23-ാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ. ആ സമയത്ത് ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ ഞങ്ങളുടെ കോളേജിലത്തെ ചാപ്പലിൽ പോയിട്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞു. കാരണം ഞാൻ ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയത് ഒക്ടോബർ 23-ാം തീയതിയാണ്. അതിനുശേഷം ഞാൻ കർത്താവിനോട് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് 100 കുർബാനയെങ്കിലും കൂടിയിട്ടേ ഞാൻ പോകുള്ളൂ എന്ന്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അന്നത്തെ കുർബാന എണ്ണം ഞാൻ നോക്കിയപ്പോൾ 91, 92ആയി. അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ 94 റിസൾട്ട് വന്നു. അപ്പോൾ ദിവ്യകാരുണ്യത്തോടെ എനിക്ക് വളരെയധികം ഭക്തി ഓൾറെഡി ഉണ്ട്. അതുമാത്രമല്ല, ദിവ്യകാരുണ്യനാഥനും പരിശുദ്ധ അമ്മയും എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് നല്ല തീർച്ചയായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 25-ാം തീയതി ഞാൻ മറ്റൊരു സ്കോളർഷിപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി. ആ സമയത്താണ് റിസൾട്ട് വന്നത്. ഇപ്പോൾ പാളയം പള്ളിയിൽ ഞങ്ങൾ ജസ്റ്റ് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയതാണ്. ആ സമയത്ത്
ഞാൻ എൻ്റെ മനസ്സിൽ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, പരിശുദ്ധ അമ്മയോടാണ് ഞാനിത് ആദ്യം, എനിക്ക് ജോലി കിട്ടിയാൽ ആദ്യം പറയുക പരിശുദ്ധ അമ്മയുടെ ആയിരിക്കും. അപ്പോൾ ആ കാര്യം ഞാൻ നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കോളേജിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഫോൺ നോക്കി, അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആപ്പിൽ കയറിയപ്പോൾ യു ഹാവ് ഗോട്ട് ദി ജോബ് ഓഫർ എന്ന് പറഞ്ഞിട്ട്, യു ഹാവ് ഗോട്ട് ദി ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു. അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം എൻ്റെ പാരൻസിനോട് പോലും എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ല. പള്ളിയുടെ നടയിൽ വെച്ചിട്ടാണ് എനിക്ക് ഈ കാര്യം പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പാരൻസിന് 2 പേരെയും കൂട്ടി പള്ളിയുടെ അകത്ത് കയറി. അവിടെ ലൂർദ് മാതാവിൻ്റെ രൂപം ഇരിക്കുന്നുണ്ടായിരുന്നു പാളയം പള്ളിയുടെ സൈഡിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ജോലി കിട്ടി. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള കൃപ, ഈശോ പരിശുദ്ധ അമ്മയിലൂടെ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ജോലി എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. വിശ്വാസം മീൻസ് ഞാൻ ഈ നിലയിലേക്ക് എത്തിപ്പെടുമെന്ന് പോലും എനിക്ക് ഒരു എന്താ പറയുക, ആകസ്മികമായിട്ടാണെന്ന് പറയാം. കാരണം അതുവരെ ഞാൻ PhD റിസർച്ച് എന്ന ഓറിയൻറ്റേഷനിലാണ് പോയിരുന്നത്. പെട്ടെന്നാണ് പരിശുദ്ധ അമ്മ എന്നെ മാറ്റി, നീ ഫെഡറൽ ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ജോലിയിലേക്ക് നിന്നെ മാറ്റുകയാണെന്ന് എൻ്റെ അടുത്ത് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. പിന്നെ 26-ാം തീയതി ഞാനിവിടെ വന്നിരുന്നു. പക്ഷേ ഇവിടെ 25-ാം തീയതി യാത്രാക്ഷീണം കാരണമെന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഇൻസ്പയർ എന്ന് പറയുന്നൊരു സ്കോളർഷിപ്പ് ഉണ്ട്. ആ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പാണ്. അതായത് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സ്കോളർഷിപ്പാണ്. ആ സ്കോളർഷിപ്പ് ഓരോ മാസം സ്റ്റൈപ്പൻ്റായിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 5000 രൂപ വീതം കിട്ടും. അങ്ങനെ കിട്ടുന്ന ആ സ്കോളർഷിപ്പിൻ്റെ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഞാൻ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ ആ സ്കോളർഷിപ്പിൻ്റെ സാങ്ഷൻ്റെ ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. എൻ്റെ വേറൊരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ലിസ്റ്റ് വന്നിട്ടുണ്ട്, നീ ലിസ്റ്റ് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ലിസ്റ്റ് നോക്കിയപ്പോൾ എൻ്റെ പേര് കിടക്കുന്നത് കണ്ടീഷണലി അബയൻസ് എന്ന് പറയുന്ന ലിസ്റ്റിലാണ്. അതായത് എന്തോ തടസ്സം, സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ള ഒരു ലിസ്റ്റാണ് യഥാർത്ഥത്തിലെ കണ്ടീഷണലി അബയൻസ് എന്ന് പറയുന്നത്. ആ ലിസ്റ്റിൽ എനിക്ക് യഥാർത്ഥത്തിൽ വളരെയധികം ടെൻഷനായി. കാരണം 60 ദിവസത്തിനുള്ളിൽ ഇതിന് റിപ്ലൈ കൊടുക്കണം. പക്ഷേ ഞാൻ ഈ ലിസ്റ്റ് കാണുന്നത് 56-ാമത്തെ ദിവസമാണ്. ആകെ 4 ദിവസം, തൊട്ടടുത്ത ദിവസം ശനി ഞായർ ഗവൺമെൻറ് മുടക്ക്. അതായത് യഥാർത്ഥത്തിൽ എൻ്റെ റിവാലുവേഷൻ വന്നിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ടാണ്, 4 മാർക്കിൻ്റെ വേരിയേഷൻ കൊണ്ടുള്ള പ്രശ്നമാണ് വന്നത്. അപ്പോൾ ബോർഡുകാരെ മെയിൽ അയച്ചാലേ എനിക്ക് ആ സ്കോളർഷിപ്പ് സാങ്ഷനായി കിട്ടുള്ളൂ. അങ്ങനെ വന്നപ്പോൾ 4 ദിവസത്തിൽ 2 ദിവസം ഹോളിഡേ, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും. തിങ്കളാഴ്ചയാണെങ്കിൽ എന്തോ ഗവൺമെൻറ് അന്ന് പബ്ലിക് ഹോളിഡേ അങ്ങോട്ടായിരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച മാത്രം ഒറ്റ ദിവസം പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദിവസം തന്നെയായിരുന്നത്. ഞാൻ ആ സമയത്ത് കോവിഡ് ഉള്ള ടൈമായിരുന്നു, 2019-20. ആ സമയമായപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ കൃപാസനത്തിലേക്ക് ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലൈറ്റ് എ കാൻഡിൽ പ്രയർ എൻ്റെ ജീവിതത്തിലെ ഏത് പരീക്ഷയിലേക്ക് പോകുമ്പോഴും, അതായത് ഞാൻ ഡിഗ്രിയിലാണെങ്കിലും PGയിലാണെങ്കിലും ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം മാത്രമേ ഏത് പരീക്ഷ എഴുതാൻ പോവുള്ളൂ. അതെനിക്ക് ഉന്നത വിജയവും പരിശുദ്ധ അമ്മ തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഉടമ്പടി യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ ഒട്ടനവധി മാറ്റിമറിച്ചിട്ടുണ്ട്. ആദ്യമൊന്നും എനിക്ക് ഉടമ്പടിയിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഈ ലൈറ്റ് എ കാൻഡിൽ, അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം എനിക്ക് ഇൻസ്പയർ സ്കോളർഷിപ്പ് സാങ്ഷനായി കിട്ടി. അങ്ങനെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ ചെയ്തത്. അതുമാത്രമല്ല, ഞാൻ ചെറിയൊരു സാക്ഷ്യം എന്നുള്ളത്, ഞാൻ മലയാളം പരീക്ഷയ്ക്ക് ശേഷം എനിക്ക് ഇൻസ്പയർ സ്കോളർഷിപ്പ് സാങ്ഷനായി കിട്ടി. അങ്ങനെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ ചെയ്തത്. അതുമാത്രമല്ല, ഞാൻ ചെറിയൊരു സാക്ഷ്യം എന്നുള്ളത്, ഞാൻ മലയാളം പരീക്ഷയായിരുന്നു ഡിഗ്രിയുടെ ടൈമിൽ. ആ പരീക്ഷ എഴുതുന്ന സമയത്ത് എൻ്റെ കൈക്ക് വേദന വന്നു. മലയാളമാണെങ്കിൽ കണ്ടമാനം എഴുതാനുണ്ടാവും. അങ്ങനെ എഴുതുന്ന ആ പരീക്ഷയിൽ എൻ്റെ കയ്യിൽ അന്ന് ഉടമ്പടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഓൺലൈൻ ഉടമ്പടിയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കാശ് രൂപം
ഏതൊരു എൻ്റെ അപ്പൻ ഇവിടെ വന്നിട്ട് കടയിൽ നിന്ന് കാശുരൂപം വാങ്ങിച്ചു. ആ കാശുരൂപം ജസ്റ്റ് ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേൻ്റെ കൈവേദന മാറ്റി തരണേ എന്ന് പറഞ്ഞിട്ട്. ആ കൈവേദന അപ്പം തന്നെ മാറി. ഇനി അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ടെസ്റ്റ് ആണെങ്കിലും 8 എടുക്കുകയാണെങ്കിലും എനിക്ക് അമ്മ മാതാവ് എനിക്ക് അതിലടക്കം പാസ്സാക്കി തന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് സംശയങ്ങൾ വരുമ്പോൾ ഞാൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ കുർബാനയെ കുറിച്ചിട്ടാണെങ്കിലും കർത്താവിനെ കുറിച്ചിട്ടാണെങ്കിലും മാതാവിനെ കുറിച്ചിട്ടാണെങ്കിലും സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല, ഞാൻ കൃപാസന പത്രം പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലും അവിടുത്തെ ഓട്ടോ ചേട്ടന്മാരുടെ അടുത്തും പിന്നെ വടക്കേ സ്റ്റാൻഡ്, ശക്തൻ സ്റ്റാൻഡ്, ഇവിടെയൊക്കെ ഞാൻ വിതരണം ചെയ്യാറുണ്ട് പ്രാർത്ഥനാപൂർവ്വം. കാരുണ്യപ്രവൃത്തികളാണെങ്കിൽ കർത്താവിൻ്റെ 12 ശിഷ്യന്മാർ അനുസ്മരിച്ചുകൊണ്ട് ഞാനും അമ്മയും അപ്പനും കൂട്ടായിട്ട് ചേർന്നിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അതായത് വയസ്സായിട്ടുള്ളവർക്കും രോഗികൾക്കും വൃദ്ധർക്കും ഈ ശക്തൻ സ്റ്റാൻഡിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് കാരുണ്യപ്രവൃത്തിയായിട്ട്